Medical and Engineering Entrance Physics class. And this is class number ME-12, combination of resistors. Multiple choice questions from combination of resistors. Unit 2, current electricity, physics, medical and engineering entrance. Physics questions from current electricity unit. Combination of resistors. You see the first question. In series connection of resistors, what happens to the current across each resistor? In series connection of resistors, what happens to the current across each resistor? ഈ റെസിസ്റ്ററിൻ്റെ സീരീസ് കോമ്പിനേഷൻ നമുക്കറിയാം, രണ്ട് തരം കോമ്പിനേഷനാണ് പ്രധാനമായിട്ടും. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, രണ്ടാമത്തെ പാരലൽ കോമ്പിനേഷൻ, പിന്നെ സീരീസും പാരലുമായിട്ട് കൂടി ചേർത്തും കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് കണക്ഷനാണ്, ഒന്ന് സീരീസ്, രണ്ടാമത്തെ പാരലൽ. ഈ സീരീസ് കോമ്പിനേഷനിൽ കറണ്ടിൻ്റെ രീതി എങ്ങനെയാണ്, കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? അതിന് സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, വാട്ട് ഹാപ്പൻസ് ടു കറണ്ട് അക്രോസ് ഈച്ച് റെസിസ്റ്റർ? ഓരോ റെസിസ്റ്ററിലും കറണ്ട് എങ്ങനെയാണ് കടന്നു പോകുന്നത്? A increases, B decreases, C remains the same, D initially increases and then decreases. That is a choice. That is the four choices. The answer is C. C, that is remain the same. In series, current remains the same. Answer C. When the resistors are connected in series, the current is passed through them. The current passing through each resistor is the same. This is because the resistors are connected end to end, and therefore there is only one path for the current to flow through. സീരീസിൽ ഈ റെസിസ്റ്റേഴ്സ് ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് എൻഡ് ടു എൻഡാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കറണ്ടിന് ഒറ്റപ്പാതയേ ഉള്ളൂ, എല്ലാ റെസിസ്റ്ററിനകത്തും കൂടി പോകുന്നത് സെയിം കറണ്ട് ആയിരിക്കും. Next question number 2. What is the equivalent resistance of series combination of three resistors? മൂന്ന് റെസിസ്റ്റേഴ്സ് സീരീസിലാണെങ്കിൽ അവയുടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ആർ സീരീസ് ഈക്വൽ ടു R1 + R2 + R3. ബി ആർ സീരീസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 1/R1 + R2 + R3. സി ആർ സീരീസ് RS is equal to 1/R1 + 1/R2 + 1/R3. And D RS is equal to R1 + R2 / R3. ഇവിടെ RS എന്ന് കാണിക്കുന്നത് സീരീസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ആൻസർ എ ആണ്. മൂന്നും സീരീസിലാണെങ്കിൽ മൂന്നും കൂട്ടിയാൽ മതി. When three resistors are connected in series, then the equivalent resistance of this combination is RS is equal to R1 + R2 + R3. So, if three resistors having resistances 10, 15 and 20 ohm, it is an example, 20 ohms are connected to series, then the equivalent resistance of this combination is RS equal to 10 + 15 + 20, that is 45 ohms. അപ്പോൾ റെസിസ്റ്റേഴ്സ് സീരീസിലായിരിക്കുമ്പോൾ മൂന്നും കൂട്ടിയാൽ മതി. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ഓർ റിസൾട്ടൻറ്റ് വാല്യൂ, ഇക്വലൻ്റ് വാല്യൂ, എഫക്റ്റീവ് വാല്യൂ RS is equal to R1 + R2 + R3. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ohm, 15 ohm, 20 ohm. 10, 15, 20 ohm ഇവ മൂന്നും സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ അവയുടെ സം 45 ohms ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കോമ്പിനേഷൻ വിച്ച് ഈസ് നോട്ട് എ സീരീസ് കണക്ഷൻ. സീരീസ് ആയിട്ട് ഒരു കണക്ഷൻ വരാത്തത് എവിടെയാണ്? സീരീസ് കണക്ഷൻ നമ്മൾ സ്വീകരിക്കാത്തത് ഏത് കേസിലാണ്? Identify the combination which is not a series connection. Resistance box, decorative bulbs, fuses, domestic appliances. അപ്പോൾ ഏതിലാണ് നമ്മൾ ഈ സീരീസ് കണക്ഷൻ സ്വീകരിക്കാത്തത്? നമ്മൾ സീരീസ് കണക്ഷൻ സ്വീകരിക്കാത്തത് ഡൊമസ്റ്റിക് അപ്ലയൻസിലാണ്. ആൻസർ ഡിയിലാണ്. കാരണം വീട്ടിലെ കണക്ഷനെല്ലാം പാരലൽ കോമ്പിനേഷനാണ്. എല്ലാ ഉപകരണത്തിനും എല്ലാ ബൾബിനും ഒരേ വോൾട്ടേജ് ഉള്ളതുകൊണ്ട് നമ്മൾ പാരലൽ കോമ്പിനേഷനാണ് ഡൊമസ്റ്റിക് കണക്ഷനിൽ സ്വീകരിക്കുന്നത്. എക്സ്പ്ലനേഷൻ. ഡൊമസ്റ്റിക് അപ്ലയൻസസ് ഇൻ എ ഹൗസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ കോമ്പിനേഷൻസ് ആൻഡ് നോട്ട് ഇൻ സീരീസ് കോമ്പിനേഷൻസ്. This arrangement is done so that each of the appliances can switch on and off independently, which is essential in a house wiring. അപ്പോൾ നമുക്ക് ഓരോ ഉപകരണവും ഓരോ ബൾബും പ്രത്യേകം സ്വിച്ച് വെച്ച് നമുക്ക് ഓഫാക്കാൻ പറ്റും,
മാത്രമല്ല എല്ലാ ബൾബുകൾക്കും എല്ലാ ഫാന് എല്ലാത്തിനും ഒരേ വോൾട്ടേജ് കിട്ടുകയും ചെയ്യും പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the equivalent overall resistance is smaller than the smallest parallel resistor. The equivalent overall resistance is smaller than the smallest parallel resistor. ഈ പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഏത് റെസിസ്റ്ററിനേക്കാൾ കുറവായിരിക്കും അതിലെ പാരലൽ ഇക്വലന്റ് വാല്യൂ. റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷൻ എടുത്താൽ കിട്ടുന്ന എഫക്റ്റീവ് വാല്യൂ RP ഏത് റെസിസ്റ്റർ എടുത്താലും അതിനേക്കാൾ ഏറ്റവും ചെറുതിനേക്കാളും ചെറുതായിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണെന്നുള്ളതാണ്. എ ട്രൂ, ബി ഫാൾസ്. ആൻസർ ഈസ് എ ട്രൂ. അതിന് കാരണം പറയുന്നത് ഇതാണ്. യെസ്, ഇത് equivalent overall resistance is smaller than the smallest resistor connected in parallel. This is because the overall equivalent resistance of parallel combination is RP is equal, അവിടെ എഴുതിയിൽ തെറ്റിപ്പോയിട്ടുണ്ട്, 1/RP എന്ന് വേണം. 1/RP is equal 1/R1 plus 1/R2 plus 1/R3. അപ്പം അങ്ങനെ എഴുതിയാൽ RP പാരലൽ എഫക്റ്റീവ് വാല്യൂ ആകുള്ളൂ. 1/RP എന്ന റിലേഷൻ വേണം. യു കറക്റ്റ് ഇറ്റ്. 1/RP is 1/R1 plus 1/R2 plus 1/R3 when the inverse of resistance value is taken, the value obtained is lesser than the original value. ഇത് റെസിപ്രോക്കൽ റിലേഷനാണ്. റെസിപ്രോക്കൽ റിലേഷൻ റിസൾട്ടിനെ കാണുമ്പോൾ അത് ഏറ്റവും ചെറുതിനേക്കാളും ചെറുതായിരിക്കും. Thus the sum of inverse values will only provide a lesser value than the initial resistances. Next question. Pick out the correct statement from the following about the parallel combination of resistors. പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സിൽ നിന്ന് അതിനെ സംബന്ധിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? എ, ദ കറണ്ട് അക്രോസ് ദി റെസിസ്റ്റേഴ്സ് ആർ ദ സെയിം. ബി, ദ റെസിസ്റ്റേഴ്സ് ഓഫേർഡ് ബൈ all resistors are the same. C, the potential difference is the same across each resistor. D, the equivalent overall resistance is larger than the larger resistor. അപ്പോൾ ആൻസർ ഇവിടെ സി ആയിട്ട് വരും. കാരണം പാരലൽ കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓർക്കണം, സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എല്ലാ റെസിസ്റ്റേഴ്സിലും കറണ്ട് സെയിം ആയിരിക്കും. പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത എല്ലാ റെസിസ്റ്ററിനും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, PD സെയിം ആയിരിക്കും. The important fact relating the resistor combination is 1. In series, the current is same in all resistors, and in parallel, the potential across each resistor is a constant. Explanation. In parallel combination, the resistors are connected together at one end and are also all connected together at the other end. So the potential difference PD across the resistors will not change and thus remains the same. ഇനി അടുത്തൊരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ എഫക്റ്റീവ് കോമ്പിനേഷൻ കാണാനായിരിക്കണം. കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് കാണാനാണ്. കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് between the points A and B in the circuit shown in the figure. ഈ സർക്യൂട്ടിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഒരു 4 റെസിസ്റ്റൻസാണ് ചതുരത്തിനകത്ത് വരുന്നത്. 4 ohm, 2 ohm, 6 ohm, 8 ohm. പിന്നെ താഴെ മുകളിൽ 8 ohm 2 ohm ഉണ്ട്. ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്നും ഇല്ല. കാരണം നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ചിലപ്പോൾ ഒരു ബാറ്ററി കൂടി തന്നിട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് കറണ്ട് കാണാൻ പറയും സർക്യൂട്ടിൽ. അപ്പോൾ അതില്ല, ഇവിടെ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടാൽ മതി. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ സർക്യൂട്ട് റീഡ്രോ ചെയ്യണം. അതിന് നമുക്ക് കോമ്പിനേഷൻ നോക്കുക. ആൻസർ കോമ്പിനേഷൻ നോക്കുക. എഫക്റ്റീവ് വാല്യൂസ് 4 ohm, 2 ohm, 8 ohm, 6 ohm. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് കാണിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ സർക്യൂട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇതാണ് സർക്യൂട്ട് റീഅറേഞ്ച്മെൻറ്റ്. ആ മുകളിലും താഴെയുള്ളത്, ആ മുകളിലുള്ള 8 ohmഉം താഴെയുള്ള 6 ohmഉം നമ്മൾ പ്രത്യേകം അങ്ങോട്ട് വരച്ച് കാണിച്ചു, മുകളിലും താഴെയായിട്ട്. ഇതാ കാണുന്ന പോലെ. പിന്നെ ആദ്യത്തത് ആ ഒരു ത്രികോണം പോലെ ഉണ്ടല്ലോ, നടുക്കിൽ ത്രികോണം പോലെ ലെഫ്റ്റിലുള്ളത്, അത് 2 റെസിസ്റ്ററായിട്ട് 4 ohm 6 ohm പാരലായിട്ട് വരച്ചു. അത് അടുത്ത ഒരു ത്രികോണം
ട്രയാങ്കിൾ ഉണ്ടല്ലോ 2 ഉം 8 ഉം, അവിടെ നമ്മൾ നേരിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ആ പാരലൽ കോമ്പിനേഷൻ നേരിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ അത് ഇവിടെ കാണിച്ചിരിക്കുക, നോക്കിയേ, ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 4 ohm 6 ohm. The second triangle is represented by 2 ohm 8 ohm. 4 ohm 6 ohm, then 2 ohm 8 ohm. All are represented here in the figure. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 ohm 6 ohm കൂടി ഒരു എഫക്റ്റീവ് വാല്യൂ തരും, 2 ohm 8 ohm തമ്മിൽ എഫക്റ്റീവ് വാല്യൂ തരും, അവർ രണ്ടും കൂടി കൂട്ടി പറയണം, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. പിന്നെ മുകളിലുള്ള 8 ohm ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ സീരീസ് വാല്യൂ, പിന്നെ താഴെയുള്ള 8 ohm ഇവയെല്ലാം പാരലായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദി ഡയഗ്രം ഷോൺ അബവ്, 1/R1 ആ ഒരു ട്രയാങ്കിളിൻ്റെ പടം നടക്കുകയാണ്. 1/R1 is 1/4 plus 1/8, that will give 2.4 R1. 1/R2 താഴത്തെ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ വാല്യൂ 1/2 plus 1/8, that will give R2 is equal to 1.6. ഇവ രണ്ട് സീരീസിലാണ് നടുക്ക് വരുന്നത്. They are coming in series in the middle. So we write now R1 and R2 are in series, therefore R series, R effective in the middle, 2.4 plus 1.6, 4 ohm. Then we have to take, there is one more step, you see. എന്താ അവിടെ ചോദിച്ചു നോക്കുക. ആൻസർ ഈസ് ബി, ദാറ്റ് ഈസ് 2 ohm ആണ്. 2 ohm ആണ് അതിരിക്കുന്നത്. ആൻസർ ഈസ് ബി. അപ്പോൾ ഇവരിവിടെ 6 ohm കൊണ്ട് കാൽക്കുലേഷൻ, 4 ohm കൊണ്ട് കാൽക്കുലേഷൻ തീർന്നില്ല, ഇനിയുണ്ട് കാൽക്കുലേഷൻ. ഇപ്പോൾ മുകളിൽ താഴെ ഒരു 8 ഉണ്ടല്ലോ, 8 ohms RS ആൻഡ് 8 ohms ആർ ഇൻ പാരലൽ. ഇപ്പോൾ മുകളിൽ 8 ഉണ്ട്, താഴെ 8 ഉണ്ട്, നടുക്ക് നമുക്ക് കിട്ടുന്നതാണ് 4 ohm. അവിടെ പാരലൽ വാല്യൂ കാണുമ്പോൾ നമുക്ക് RP 1/8 plus 1/4 plus 1/8, that is 1/2 കിട്ടും. അപ്പോൾ RP കാണുമ്പോൾ, പാരലൽ കാണുമ്പോൾ 2 ohm എന്ന് കിട്ടും. 2 ohm is the answer. Answer is 2 ohm. 2 ohm ആൻസർ. അപ്പോൾ നിങ്ങൾ ചെയ്ത് മനസ്സിലായല്ലോ. ആ തന്നിരിക്കുന്ന ചിത്രം, you have to redraw the figure as given here. The left triangle, the right triangle in the middle, they are represented separately here, then top bottom. The two triangles will give effective value equal to 4 ohm. Then the top 8, the middle 4 and the bottom 8 are in parallel, which will give effective value equal to 2 ohm. Answer is 2 ohm. Next question. Two wires of the same material have same length and there, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ആ കറക്ഷൻ ഞാൻ താഴെ ചെയ്തിട്ടുണ്ട്. അത് റീഡ് ആസ് ഏരിയ ക്രോസ് സെക്ഷൻ. ആൻഡ് ദിയർ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് വായിക്കണം അവിടെ. റെഡ് മാർക്ക് യു റീഡ് ആസ് ഏരിയ ക്രോസ് സെക്ഷൻ. ഒറിജിനൽ ക്വസ്റ്റ്യനകത്ത് റീഡ് ചെയ്യുന്ന തന്നിരുന്നത്, റീഡ് ചെയ്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല. Area cross section are in the ratio 5:3. 5:3. They are connected in series where the resistance of the thicker wire is 12 ohm. Calculate the total resistance of the combination. ഇപ്പോൾ 2 വയറുണ്ട്, അവിടെ ഏരിയ ക്രോസ് സെക്ഷൻ റേഷ്യോ 5:3. ഏരിയ ക്രോസ് സെക്ഷൻ, അല്ലാതെ റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അപ്പോൾ റേഡിയസ് പറഞ്ഞാൽ ശരിയാകത്തില്ല. 5:3 എന്നുള്ള വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഏരിയയുടെ റേഷ്യോ ആയിട്ട് എടുക്കണം. ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ റേഷ്യോ ആയിട്ട് എടുക്കണം. ദേ ആർ കമ്പൈൻഡ് സീരീസ്. അവ സീരീസ് പഠിപ്പിക്കുകയാണ്. ദ റെസിസ്റ്റൻസ് ഓഫ് ദി തിക്കർ വയർ, വണ്ണം കൂടിയ വയറിന് 12 ohm ഉണ്ട് റെസിസ്റ്റൻസ്. കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. 40, 12, 30, 2, 20. You look here, explanation. The given ratio of radii, not a radii, area. You realize area cross section. That is 5:3. And you know resistance is inversely proportional to area cross section.
When we study the law of resistance, we know R proportional to L, R proportional 1 by A. So resistance is inversely proportional to 1 by area. Not 1 by area. When we say inversely, we say it is inversely proportional to A, or R proportional to 1 by A. So R1 by R2 is A2 by A1, A2 by A1, or R2 by R1 is A1 by A2. So we can write 5 by 3. 5 by 3. Therefore, R2 is equal to 5 by 3 into R1. അപ്പോൾ തിക്കർ വയറിൻ്റെ ഏരിയ കറസ്പോണ്ട് ചെയ്യുന്ന സംഖ്യയാണ് 5. The thicker wire area is represented by 5 in the ratio. R1 given 12 ohms, therefore R2 is equal to 5 by 3 into 12, 20 ohms. So R1 is 12 ohm and R2 is 20 ohm. Therefore total resistance in series, R is equal to R1 plus R2. Therefore it is equal to 12 plus 20, 32 ohm. Thus the total resistance of the combination is 32 ohms. 32 ohms is the answer. Answer C. Now comes question number 8. 3 resistors, each of 5 ohm, are connected to form a triangle. What is the resistance between the vertices? ഒരേ വിലയുള്ള 5 ohm വിലയുള്ള 3 റെസിസ്റ്റേഴ്സ് ഒരു ട്രയാങ്കിൾ ഫോമിൽ പിടിപ്പിക്കുകയാണ്. ആ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 കോർണർ തമ്മിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 3 resistors, each of 5 ohms, are connected in the form of a triangle. What is the resistance between the vertices? The answer is 3 by 10, then 10 by 3, 15 by 50. Last is 2 by 5. Now we can see explanation. Equivalence equivalence. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇക്വലൻസസ് കാണുന്നത് 2 സീരീസിലും ഒരെണ്ണം പാരലുമായിട്ട് വരും. 2 സീരീസ് ഒരെണ്ണം പാരലുമായിട്ട് വരും. അപ്പോൾ അവിടെ 10 and 5 ഇൻ പാരലാണ്. 10 and 5 ഇൻ പാരലൽ. അപ്പോൾ എഫക്റ്റീവ് വാല്യൂ 1 by R വെച്ച് കാണണം. ആ എഫക്റ്റീവ് വാല്യൂ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ 10 and 5 ഇൻ പാരലൽ, ഇപ്പോൾ R1 R2 by R1 plus R2 അങ്ങനെ എഫക്റ്റീവ് വാല്യൂ കാണാം. ഈ കാൽക്കുലേഷൻ അല്പം കോംപ്ലിക്കേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. RP is equal to R1 R2 by R1 plus R2, 10 to 5. But 10 to 5 by 10 plus 5. That is the answer. 10 into 5 by 10 plus 5. 10 into 5 by 10 plus 5. That is here. That is 10 by 3 ohm. ഇവിടെ എഴുതിയിരിക്കുന്ന 1 by R is 10 എന്നാണ്. 1 by 10 വേണം. 1 by 10 plus 1 by 5 എന്ന് വേണം. 1 by R is 1 by 10 plus, 1 by ഇല്ല, 1 by 10 plus 1 by 5, that is 5 into 10. 5 into 10, then in the numerator 5 plus 10, that is 15 by 50, 3 by 10. അല്ല ഓർക്കുക, ട്രയാങ്കിളിൻ്റെ 2 കോർണർ എടുക്കുമ്പോൾ 2 5 ohm സീരീസിൽ വരും 10 ohm, അതുമായിട്ട് 5 അനദർ 5 പാരലാണ്. അപ്പോൾ 10 5 പാരലാണെങ്കിൽ റിസൾട്ടൻ്റ് വാല്യൂ 10 into 5 by 10 plus 5. 10 to 5 by 15. 10 to 5 by 15. That is 5 cancelling about 10 by 3 ohm. Therefore, equivalent resistance is 10 by 3 ohm. Answer 10 by 3 is given as answer B. Next question. 2 resistors are connected in parallel, whose resistance values are in the ratio 3:1. Find the ratio of
പവർ ഡിസിപ്പേറ്റഡ്, എത്ര പവർ ഉണ്ടാകുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ്, 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ whose resistance values are in the ratio 3:1. Find the ratio of power dissipated. Answer 1:3, 3:1, 1:2, 2:1. അപ്പം അതിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. പവർ പീസ് ഇവിടെ റെസിസ്റ്റൻസ് സീരീസാണ്, നോക്കുന്നുണ്ട് പാരലാണ്. റെസിസ്റ്റൻസ് പാരലാണ്. പാരലാകുമ്പോൾ നമ്മൾ പവർ കാണുന്ന v²/r ആണ്. പവർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r ആണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r, അല്ലെങ്കിൽ p പ്രപ്പോർഷണൽ ടു 1/r എന്ന് വരും. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ 3:1 ആണെങ്കിൽ പവർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. അപ്പോൾ 1:3 എന്ന ആൻസർ വരണം. ആൻസർ ഈസ് 1:3. ഇവിടെ നമുക്ക് നോക്കാം. We can consider the relation that includes power and resistance. That is, power is equal to voltage square by resistance, v²/r ആണ്. Since the resistance are connected in parallel, the voltage across them will be the same. From this relation, power and resistance are inversely proportional to each other. Thus, P1 by P2 is equal to R2 by R1 is equal to 1/3. So, the power dissipated is in the ratio 1:3. Next question we can see. A setup is such that there are 3 similar resistors, each of 20 ohm resistance. 2 of them are connected in parallel and the combination is connected in series with the third one. The maximum power that can be consumed by each resistor is 30 watt. Then what is the maximum power that can be consumed by the combination of all 3 resistors? 30, 20, 35, 45, all are in watt. Look here, a setup, ഒരു അറേഞ്ച്മെൻ്റ് ഒരു പ്രത്യേക രീതിയിലാണ്. There are 3 similar resistors. ഒരേ തരത്തിലുള്ള 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈച്ച് ഓഫ് 20 ohm, ഓരോന്നും 20 ohm ആണ്. അപ്പോൾ 20 ohm ഉള്ള 3 റെസിസ്റ്ററുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. 2 of them are connected in parallel. 2 റെസിസ്റ്റർ പാരലാണ്, അതുമായിട്ട് ഒന്ന് സീരീസിലാണ്. The maximum power that can be consumed by each resistor is 30 watt ആണ്. ഒരു റെസിസ്റ്ററും കൺസ്യൂം ചെയ്യാവുന്ന മാക്സിമം പവർ 30 watt ആണ്. Then what is the maximum power that can be consumed by the combination of all 3 resistors? അപ്പോൾ കൺസ്യൂം ചെയ്യാവുന്ന മാക്സിമം പവർ എത്രയാണെന്നാണ് ചോദ്യം. സോ ഇവിടെ the answers are 30 watt, 20 watt, 35 watt and 45 watt. Power we measure in terms of watt. You remember. Answer D, that is 45 watt. Explanation. The equivalent overall resistance of the parallel combination is 1 by R1 is 1/20 plus 1/20, 2/20. അപ്പോൾ ആദ്യ 2 എണ്ണം പാരലാണ്. അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ നമുക്ക് R1 10 ohm എന്ന് കിട്ടും. ഈ 10 അടുത്ത 20 സീരീസിലാണ്. അപ്പോൾ നമുക്ക് 10 plus 20 30 ohm എന്ന് കിട്ടും. അപ്പോൾ ആകെ റെസിസ്റ്റൻസ് 30 ohm ആണ്. ഇനി നമുക്ക് പവർ കാണണം. നൗ വി ക്യാൻ എംപ്ലോയ് ദി മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് 20 ohmൻ്റെ കറസ്പോണ്ടിങ് പവർ 30 watt ആണ്, മാക്സിമം പവർ. ഇവിടെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് 30 ohm ആണ്. അപ്പോൾ 30 ohmന് തരാവുന്ന മാക്സിമം പവർ X വാട്ടാണ് എന്ന് വിചാരിക്കണം. X ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 ഇക്വേഷൻ നമ്മൾ എടുത്ത് നോക്കുക. ഇവിടെ കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്തത് ഈ പ്രൊപ്പോർഷണാലിറ്റി കേസിലൊക്കെയാണ്. 20 ohm ആണെങ്കിൽ മാക്സിമം പവർ 30 watt. അപ്പോൾ 30 ohm ആണെങ്കിൽ വാട്ട് ഈസ് മാക്സിമം പവർ? സപ്പോസ് ഇറ്റ് ഈസ് X watt. Let 30 be the maximum power from 20 ohm and X be the maximum power from 30 ohm. 2 equations. Divide. 20 by 30 is 30 by X. Cross multiply. X is 30 into 30 by 20. That is 45 watt. 45 watt is the answer. That is all with your 12th class on medical and engineering physics. We continue our class. Thank you very much.